ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിവിടെ ബാംഗ്ലൂർ വന്നതിന്റെ ഉദ്ദേശത്തിലേക്ക് ഇപ്പോൾ കടക്കാൻ പോകുന്നേ ഉള്ളൂ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണം. അവിടുത്തെ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് നമ്മൾ അവരുടെ ക്യാമ്പസ് മൊത്തം കാണും. അപ്പോൾ ആ ക്യാമ്പസ് നമുക്ക് ഒരുമിച്ച് കാണാം. ഓക്കെ. പഹൻ രാവിലെ 9 മണിന്നാണ് ഇന്നലെ ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ കൃത്യം 9 പാവം പനിയായിട്ടിരിക്കുക. എന്നിട്ട് വീഡിയോ എടുത്തപ്പോൾ നിവർന്നില്ല. 9 മണിക്ക് ഞങ്ങൾ റെഡിയായി. ഇപ്പൊ സമയം എത്രയും 10:45 11 മണിക്കാണ് വന്ന് പിക്ക് ചെയ്തത്. ഭക്ഷണം കഴിച്ചില്ല. സമയം എത്രയെന്ന് പറയും? 11:30 മണി. എന്നാ മോനെ മുസ്തഫ, രാവിലെ തന്നെ നമ്മുടെ മൂഡ് കളയാൻ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി അല്ലേ? ഐഷ, എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? നല്ലുണ്ട് അല്ലേ? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ നല്ലുണ്ടെന്ന്. നല്ലുണ്ട് അല്ലേ ഗൈസ്? നല്ലോളം ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ മൂഡ് പോയി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ യൂണിവേഴ്സിറ്റി. എസ് വ്യാസ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഫെസിലിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫുൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പറ്റിയൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ അവർ പുതിയ കോഴ്സുകൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് പുതിയ കോഴ്സുകൾ അവർ ഡിഗ്രി കോഴ്സുകളായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതൊരു അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കാണ്. ഈ ഒരു ബ്ലോക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റിസോർട്ടിൽ വന്നൊരു ഫീലാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് കണ്ടുപോകാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആ വീഡിയോ കാണാൻ മറക്കരുത്. ജസ്റ്റ് അവരുടെ ഒരു ഫ്രണ്ട് ഏരിയ മാത്രമാണ് കേട്ടോ. ഒരു ഏകദേശം ഒരു യൂണിവേഴ്സിറ്റി പോലെ തന്നെയാണ്. അതായത് ഇത് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ്. യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിലുള്ളതാണ്. 30 വർഷമായിട്ട് ഈ യൂണിവേഴ്സിറ്റി ഇവിടെ ഉണ്ട്. പക്ഷേ ഇവർക്ക് ഒരു വെന്യൂ മാത്രം, അതായത് ഒരു ക്യാമ്പസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് അവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പസാണ്. എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഒന്ന് ചുറ്റി കറങ്ങി കണ്ടതിന് ശേഷം ഇവരുടെ വീഡിയോസ് എടുക്കാനായിട്ടുള്ളൊരു പുറപ്പാടിലായിരുന്നു. ഇപ്പോൾ അവർ ബാക്കിയുള്ളവർ സായി എല്ലാം ഇതിന് മുന്നേ തലേ ദിവസം വന്ന് വീഡിയോ ചെയ്തു. അതുപോലെ തന്നെ ജാസ്മിനും ഗബ്രിയും ഞാൻ വന്നതിന് ശേഷം. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ വീഡിയോ ചെയ്യാനായിട്ടായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ. അതിനുശേഷം നമ്മുടെ വീഡിയോയിലേക്ക് കടന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എല്ലാവരും ആ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ. അതിന് പറ്റിയൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്നോട് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എസ് വ്യാസ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്. ബാംഗ്ലൂരിൽ തന്നെ സിറ്റിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ക്യാമ്പസിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അതിന് വേണ്ടിയിട്ട് ഞാൻ തനിഷ്മ മാമിനെ ഇൻവൈറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ ഫോർമാലിറ്റിയുള്ള പരിപാടി ഇൻട്രോ ഒക്കെ കഴിഞ്ഞു. ഇത് തനിഷ്മ മാം ഇവിടുത്തെ കൗൺസിലറാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഈ ക്യാമ്പസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയും ഇവർ തന്നെ എല്ലാം ഉണ്ട്. ഇതിനെന്തായിരുന്നു പറയുന്നത്? ബഗ്ഗി ഉണ്ട്. പിള്ളേർക്കും പോകാൻ പറ്റും. പിള്ളേർക്കും ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ പോകാനായിട്ട് ബഗ്ഗി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ശരിക്കും സംഭവം കേട്ടോ. അത് എവിടെയും കണ്ടിട്ടില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വഴികളൊക്കെ നോക്കാം. ആക്ച്വലി നല്ല കാറ്റും വിളിച്ചത്. എസ് വ്യാസ ക്യാമ്പസിൻ്റെ വരാന്തയിലൂടെ ഞങ്ങൾ ബഗ്ഗിയിൽ പോയപ്പോൾ മനസ്സിലായി നീ ഉദ്ദേശിച്ചത്. ഇവിടെ സ്റ്റുഡൻസിനും ബഗ്ഗി യൂസ് ചെയ്യാവുന്നതാട്ടോ. എല്ലാ ഫെസിലിറ്റീസും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ അവരുടെ ക്ലാസ് റൂംസൊക്കെ ഒന്ന് കയറി കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇതാണ് അവരുടെ ക്ലാസ് റൂം. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്ലാസ് റൂം തന്നെയാണ്. എല്ലാവർക്കും സെയിം പാറ്റേണിലാണ് ക്ലാസ് റൂം വരുന്നത്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഷൂട്ട് ഏകദേശം അവസാനിച്ച മട്ടിൽ തന്നെയാണ്. അതായത് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് അപ്പോൾ നല്ല വിശക്കുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അട്ടർ ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ എന്താ ചട്ടിച്ചോറാണോ കഴിക്കാൻ പോണേ എന്നൊക്കെ പറയുന്നത്. ചോറും മീൻകറിയെങ്കിലും തരുമോ? ചോറും മീൻകറിയും കഴിക്കാമെന്നുള്ള സ്വപ്നത്തിൽ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഓക്കെ.
അപ്പോൾ ഊണ് കൊള്ളാം, സന്തോഷമായി. കഴിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ 3 പേര് മാത്രമേ കഴിക്കണുള്ളൂ. ഇവരെന്താ കഴിക്കാത്തതെന്ന് എനിക്കറിയില്ല. അന്വേഷിക്കാനുള്ള സമയമൊന്നുമില്ല. നല്ല വിശപ്പുള്ളൂ ഞങ്ങൾ കഴിക്കാം. വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട കഴിക്കാൻ. ചിക്കൻ ബിരിയാണി കഴിച്ചിരിക്കുകയാണ്. ചിക്കൻ ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറമാൻ പിന്നെ കഴിക്കാത്ത എന്താണെന്ന് അറിയാലോ. ക്യാമറമാൻ ഭയങ്കര ഡയറ്റ് ഫോക്കസ് ചെയ്യുന്ന ആളായതുകൊണ്ട് ക്യാമറമാൻ. മോർണിംഗിൽ പാസ്ത. ഓക്കെ, അങ്ങനെ രാവിലെ ഉച്ചക്കൊട്ട് തുടങ്ങിയ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്യാമ്പസ് എസ് വ്യാസ ഡീം ടു ബി യൂണിവേഴ്സിറ്റിയുടെ ഈ ക്യാമ്പസിലെ ഷൂട്ട് ഇവിടെ അവസാനിക്കാണ്. എല്ലാവരും ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മളെല്ലാവരും ഇനി തിരിച്ചു പോകാനായിട്ടുള്ളൊരു പ്ലാനിലാണ്. വൈകുന്നേരം 5:30 മണിയായി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി എപ്പോൾ എത്തുന്നൊരു പിടിയൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ പോകുന്ന വഴി പോഴുന്നായി നോക്കാം. തേർഡ് ഡേ കഴിഞ്ഞു ബാംഗ്ലൂർ. ഇനി അടുത്ത വർക്കൊക്കെ വരുന്നുണ്ട്. ഇനി ഒരുമിച്ച് എങ്ങനെയാണ് എപ്പോഴാണെന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് കണ്ടുകൊണ്ട് പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിലുള്ള വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത നമുക്ക് ഒരുപാട് വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.